ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടാണ്. എന്താണ് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പിലുള്ള കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് ഉണ്ടെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്? ഇതെന്ന് പറയുന്നത് ഡിജിറ്റൽ സർക്യൂട്ടിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ കാറ്റഗറി അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ആണ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്. അതായത് നമ്മൾ ലോജിക് ഗേറ്റുകളെ കുറിച്ച് കുറേ പഠിച്ചില്ലേ, ആൻഡ്, ഓർ, നോട്ട്, നോർ, നാൻഡ്, എക്സോർ, എക്സൻ ഓർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെയുള്ള ഒരു സർക്യൂട്ടാണ് ഈ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് എന്ത് കൊടുത്തോ അതിനനുസരിച്ച് അതിൻ്റെ ലോജിക്കിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് അവൈലബിൾ ആക്കി തരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ട്, സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞ്. അതിനകത്തുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തത് അവർ മെമ്മറിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ടാവും, സേവ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ടൈം നമ്മൾ അടുത്ത ഇൻപുട്ട് കൊടുക്കുമ്പോൾ പാസ്റ്റ് ആയിട്ടുള്ള ഇൻപുട്ടിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഔട്ട്പുട്ട് വരിക. അങ്ങനെ കുറേ പ്രത്യേകതകൾ സീക്വൻഷ്യൽ സർക്യൂട്ടിനുണ്ട്. എന്നാൽ കോമ്പിനേഷൻ്റെ കേസിൽ അങ്ങനെയൊന്നുമില്ല. ഒരു ഡയറക്റ്റായിട്ട് എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുത്തത് അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഗെറ്റ് ചെയ്യും. ഇനി എന്താണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ കാര്യം നോ മെമ്മറിയാണ്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിനെ പോലെ പ്രത്യേകിച്ച് മെമ്മറി ഒന്നും കീപ്പ് ചെയ്യുന്നില്ല. പാസ്റ്റ് കൊടുത്ത ഇൻപുട്ടിനെയൊന്നും അത് സേവ് ചെയ്ത് വെക്കുന്നില്ല, പിന്നെ യൂസ് ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് കറൻ്റ്ലി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ഓപ്പറേഷൻ, അതായത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻപുട്ട് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട്, അതായത് അതിൻ്റെ റിസൾട്ടിനകത്തും ചേഞ്ചസ് വരും എന്നുള്ളതാണ് ഇൻസ്റ്റൻറ്റേനിയസ് ഓപ്പറേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഇത് ബിൽറ്റ് ചെയ്യുന്നത് ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. ആൻഡ്, ഓർ, നോട്ട്, നാൻഡ്, നോർ, എക്സോർ, എക്സനോർ പോലെയൊക്കെയുള്ള ലോജിക് ഫങ്ഷൻസ് ബേസ്ഡ് ആയിട്ടാണ് അത്തരം ഗേറ്റ്സുകൾ യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളിങ്ങനെയുള്ള കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അടുത്തത് നമ്മളുടെ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. മെയിനായിട്ട് 4 കമ്പോണൻസാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു, ഇതിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ലോജിക് ഗേറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഇത്തരം ലോജിക് ഗേറ്റ്സിൻ്റെ കോമ്പിനേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അടുത്ത പോയിൻ്റ് അല്ലെങ്കിൽ അടുത്ത കമ്പോണൻ്റ് എന്ന് പറയുന്നത് ബൂളിയൻ ആൾജിബ്രയാണ്. നമുക്ക് ലോജിക് സർക്യൂട്ട്സിനെ സിംപ്ലിഫൈ ചെയ്യാനും ഏറ്റവും ബെസ്റ്റായിട്ട് ഡിസൈൻ ചെയ്യാനും ബൂളിയൻ ആൾജിബ്ര യൂസ് ചെയ്താൽ മതി. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു മൊഡ്യൂൾ തന്നെ ഡിസ്കസ് ചെയ്ത കേസാണ് ഈ ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ട്രൂത്ത് ടേബിളാണ്. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പുകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേബിളാണ് ട്രൂത്ത് ടേബിൾ. അപ്പോൾ ഓരോന്നിൻ്റെയും സർക്യൂട്ടിൻ്റെയും ലോജിക്ക് എന്താണോ അതിനനുസരിച്ചായിരിക്കും ഇൻപുട്ട് എന്ത് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടുമെന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ഗെറ്റ് ചെയ്യുന്നത്. പിന്നെ കെ മാപ്പാണ്, കാർനാഫ് മാപ്പ്. ഇത് യൂസ് ചെയ്യുന്നത് ബൂലിയൻ എക്സ്പ്രഷന് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് സർക്യൂട്ട്സിനെ കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കെ മാപ്പിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല, നമുക്കിത് കഴിഞ്ഞിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസിയാവും കെ മാപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബൂളിയൻ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ ഡിജിറ്റൽ സർക്യൂട്ടിൻ്റെ ഡിസൈന് സിംപ്ലിഫൈ ചെയ്യാന്നൊക്കെ ഉള്ളത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ബേസിക് കമ്പോണൻസ് പറഞ്ഞത്? ഒന്ന് ലോജിക് ഗേറ്റ്സ് ആണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക്. പിന്നെ ബൂളിയൻ ആൾജിബ്ര യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷനൊക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് ലോജിക് സർക്യൂട്ട്സൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ട്രൂത്ത് ടേബിൾ, ഇതിനകത്ത് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പുകളൊക്കെ കീപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ കെ മാപ്പാണ്. കെ മാപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ ബൂളിയൻ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാനും സർക്യൂട്ട്സിനെ കൂടുതൽ ഭംഗിയാക്കി ഡിസൈൻ ചെയ്യാനൊക്കെ കഴിയും. അടുത്ത് പറയാനുള്ളത് ടൈപ്സ് ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ടാണ്. ഫസ്റ്റ് പറയാനുള്ളത് നമ്മുടെ ബേസിക് ലോജിക് ഗേറ്റിനെ കുറിച്ചാണ്. നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ലോജിക് ഗേറ്റുകളുടെ കോമ്പിനേഷൻസിനെയാണ്. അപ്പം ആൻഡ്, ഓർ, നോട്ട് പോലെയുള്ള ബേസിക് ഗേറ്റുകൾ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നാൻഡ്, നോർ പോലെയുള്ള യൂണിവേഴ്സൽ ഗേറ്റുകൾ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ എക്സോർ, എക്സനോർ പോലെയുള്ള സ്പെഷ്യൽ ഗേറ്റുകളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വരുന്നത് അരിത്മാറ്റിക് സർക്യൂട്ട്സ് ആണ്. അരിത്മാറ്റിക് സർക്യൂട്ട്സിൽ വരുന്നത് ആഡേഴ്സ് ആണ്. ഹാഫ് ആഡർ വരുന്നുണ്ട്, ഫുൾ ആഡർ വരുന്നുണ്ട്, പിന്നെ സബ്ട്രാക്ടർ ഉണ്ട്, ഹാഫ് സബ്ട്രാക്ടർ ഉണ്ട്, ഫുൾ സബ്ട്രാക്ടർ ഉണ്ട്, പിന്നെ മൾട്ടിപ്ലയേഴ്സും ഡിവൈഡേഴ്സൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് കേട്ടോ.
ഇതിനകത്ത് ആഡേഴ്സും സബ്ട്രാക്ടേഴ്സും ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഹാഫ് ആഡറും ഫുൾ ആഡറും ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ ഡാറ്റ പ്രോസസ്സിങ് സർക്യൂട്ട്സ് ആണ്. അതായത് മൾട്ടിപ്ലക്സേഴ്സ്, ഡീമൾട്ടിപ്ലക്സേഴ്സ്, എൻകോഡേഴ്സ്, ഡീകോഡേഴ്സ് ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. മൾട്ടിപ്ലക്സേഴ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഇൻപുട്ട് ഒരുപാട് ഇൻപുട്ടുകൾ ഉണ്ടാവും. അതായത് മൾട്ടിപ്പിൾ ഇൻപുട്ടുകൾ ഉണ്ടാവും. അതിനകത്ത് നിന്ന് ഒരു ഇൻപുട്ട് സെലക്ട് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മൾട്ടിപ്ലക്സർ. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഡീമൾട്ടിപ്ലക്സേഴ്സിൻ്റെ കേസ് വരുമ്പോൾ സിംഗിൾ ഇൻപുട്ടിനെ മൾട്ടിപ്പിൾ ഔട്ട്പുട്ടാക്കി മാറ്റും. അപ്പോൾ മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻപുട്ടിനെ സിംഗിൾ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിലേക്ക് മാറ്റും. ഡീമൾട്ടിപ്ലക്സർ ആകുമ്പോൾ സിംഗിൾ ഇൻപുട്ടിന് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് എന്നുള്ള, അതായത് നേരെ ഓപ്പോസിറ്റായിട്ട് ഔട്ട്പുട്ടുകൾ പാസ് ചെയ്യും. പിന്നെ എൻകോഡേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് വീഡിയോ വേറെ ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. എൻകോഡേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻപുട്ടിനെ സ്മോളർ സെറ്റിലുള്ള ഔട്ട്പുട്ടുകളാക്കി മാറ്റും. അതായത് ഇപ്പോൾ 16 ഇൻപുട്ടുകൾ ലിങ്കായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ നമുക്ക് 2 ഔട്ട്പുട്ടോ 2 സെറ്റുള്ള ഔട്ട്പുട്ടോ അല്ലെങ്കിൽ 4 സെറ്റുള്ള ഔട്ട്പുട്ടൊക്കെ ആക്കിയിട്ട് കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ഡീകോഡേഴ്സ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്. അതായത് ചെറിയ ബൈനറി ഇൻപുട്ടിനെ നമ്മൾ സെറ്റ് ഓഫ് ഔട്ട്പുട്ടാക്കി മാറും. ഇപ്പോൾ 16 ഇതുള്ള ഹെക്സാഡെസിമൽ എന്നുള്ള സെറ്റിലേക്കൊക്കെ ആക്കി കൺവേർട്ട് ചെയ്യാൻ ഡീകോഡേഴ്സിൽ കഴിയും. അങ്ങനെയാണ് അതിനകത്ത് കൺവേർഷൻ നടക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഡാറ്റ പ്രോസസ്സിംഗ് സർക്യൂട്ടിലുള്ളത് മൾട്ടിപ്ലക്സറും ഡീമൾട്ടിപ്ലക്സറും എൻകോഡറും ഡീകോഡറുമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ച ലോജിക് ഗേറ്റുകളുടെയൊക്കെ കോമ്പിനേഷൻസ് തന്നെയാണ്. അങ്ങനെയുള്ള കോമ്പിനേഷൻസ് കൂടിച്ചേർന്ന് തന്നെയാണ് ഡിജിറ്റൽ സർക്യൂട്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബൂലിയൻ ആൽജിബ്ര യൂസ് ചെയ്യാം. അതിനകത്തുള്ള ബേസിക് തിയറംസ് യൂസ് ചെയ്യാം. പിന്നെ മാപ്പ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ട്രൂത്ത് ടേബിളൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് അതൊക്കെ സിംപ്ലിഫൈ ചെയ്ത് ഡിസൈൻ കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്തൊക്കെ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്തത് എന്താണ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് എന്ന് പറഞ്ഞു. നമ്മുടെ ഡിജിറ്റൽ സർക്യൂട്ടിൻ്റെ ഫണ്ടമെൻ്റൽ കാറ്റഗറിയാണ് ഈ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്. സീക്വൻഷ്യൽ സർക്യൂട്ട് പോലെയല്ല. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് മെമ്മറിയിലൊന്നും സേവ് ചെയ്ത് വെക്കുന്നില്ല. ഇൻപുട്ട് എന്താണ് വരുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത്രേ നടക്കുള്ളൂ. പിന്നെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് പറഞ്ഞു. മെമ്മറി ഇല്ല, പിന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ഓപ്പറേഷനാണ്, പിന്നെ ലോജിക് ഫങ്ഷൻസ് ബേസ്ഡാണ്. നമ്മുടെ ഗേറ്റ്സിൻ്റെയൊക്കെ ബേസിലാണ് ഓപ്പറേഷൻസ് നടക്കുന്നത്. പിന്നെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ലോജിക് ഗേറ്റ്സ് ഉണ്ട്, ബൂലിയൻ ആൽജിബ്ര ഉണ്ട്, ട്രൂത്ത് ടേബിൾ ഉണ്ട്, മാപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ബേസിക് ലോജിക് ഗേറ്റ്, അരിത്മാറ്റിക് സർക്യൂട്ട്, പിന്നെ ഡാറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോന്നിലും ഏതൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു. ബേസിക് ലോജിക് ഗേറ്റിൽ ആൻഡ്, ഓർ, നോട്ട് പോലെയുള്ള ബേസിക് ഗേറ്റുകൾ വരുന്നുണ്ട്. നാൻഡ്, നോർ പോലെയുള്ള യൂണിവേഴ്സൽ ഗേറ്റുകൾ വരുന്നുണ്ട്. എക്സോർ, എക്സ്എൻഓർ പോലെയുള്ള സ്പെഷ്യൽ ഗേറ്റുകളും വരുന്നുണ്ട്. അരിത്മാറ്റിക്കിനകത്ത് ആഡേഴ്സും സബ്ട്രാക്ടേഴ്സും മൾട്ടിപ്ലയേഴ്സും ഡിവൈഡേഴ്സും ഒക്കെ വരുന്നുണ്ട്. ഡാറ്റ പ്രോസസ്സിംഗ് സർക്യൂട്ടിനകത്ത് മൾട്ടിപ്ലക്സറും ഡീമൾട്ടിപ്ലക്സറും എൻകോഡറും ഡീകോഡറൊക്കെ വരുന്നുണ്ട്. ഇത്രയാണ് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. എല്ലാവർക്കും കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.